ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139062370. പ്രകൃതി സ്നേഹി കഥ തുടരുന്നു. പ്രഭാകരവർമ്മ വിമൽ കുമാറിനോട് പ്രീതാവർമ്മയെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ വിമൽ കുമാർ താല്പര്യക്കുറവൊന്നും പറഞ്ഞില്ല. ഇതിൽ നിന്നും പ്രഭാകരവർമ്മയ്ക്ക് മനസ്സിലായി വിമൽ കുമാറിന് പ്രീതാവർമ്മയെ താല്പര്യം ആണ് എന്ന്. അങ്ങനെ പ്രഭാകരവർമ്മയും പ്രീതാവർമ്മയുടെ അച്ഛനും ചേർന്ന് അവർ തമ്മിലുള്ളതായിട്ടുള്ള ഒരു വിവാഹത്തിന് തീരുമാനം എടുത്തു. അതോടൊപ്പം തന്നെ 6 മാസത്തിന് ശേഷം അവർ തമ്മിൽ വിവാഹം നടത്താം എന്ന ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മോതിരമാറ്റ ചടങ്ങും അവർ നടത്തി. അങ്ങനെ അവർ തമ്മിൽ ഒന്നിക്കുന്നതിനുള്ള ഒരു സന്ദർഭം ലഭിച്ചു. വിമൽ കുമാറിന് പ്രീതാവർമ്മയെ മനസ്സിൽ ആക്കുന്നതിന് 6 മാസത്തെ സമയം ഉണ്ട്. ആ 6 മാസത്തിനുള്ളിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ നല്ല സ്വര ചേർച്ചയിൽ എത്തിക്കാം എന്ന ഒരു വിശ്വാസത്തോടുകൂടി അവർ അവരവരുടെ ആശയങ്ങൾ കൈമാറുകയും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വിമൽ കുമാറും പ്രീതാവർമ്മയും വളരെ താല്പര്യത്തോടുകൂടി മനസ്സുകൾ കൈമാറി തുടങ്ങി. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ സന്ദർഭത്തിൽ വല്ലപ്പോഴും അവർ ഒന്നിച്ച് ഗ്രാമപ്രദേശത്തിലൂടെ നടന്ന് അവരവരുടെ ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. ഇത് വിമൽ കുമാറിന് പ്രീതാവർമ്മയെയും പ്രീതാവർമ്മയ്ക്ക് വിമൽ കുമാറിനെയും മനസ്സിലാക്കുന്നതിന് വളരെ അധികം സമയം ലഭിക്കുകയും അവർ അന്യോന്യം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ 6 മാസത്തിന് ശേഷം അവർ തമ്മിലുള്ളതായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച് അതിഗംഭീരമായിട്ടുള്ള പ്രൗഢിയോടുകൂടി അവരുടെ വിവാഹം പ്രഭാകരവർമ്മ നടത്തി. അങ്ങനെ അവർ തമ്മിൽ ഒന്നിക്കുവാനുള്ളതായിട്ടുള്ള സന്ദർഭം ഉണ്ടായി. അതിന് ശേഷം അവർ അവരവരുടെ താല്പര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും കൂടാതെ ഒരു കുടുംബം നടത്തുന്നതിന് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കാതെ
എങ്ങനെ നടത്താം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹ ശേഷം അവർ നല്ല ഒരു കുടുംബം നടത്തി തുടങ്ങി. ഇങ്ങനെയുള്ളതായിട്ടുള്ള വിമൽ കുമാറിൻ്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കണ്ട് തുടങ്ങി. ആനന്ദപ്രദമായ ഒരു ജീവിതമാണ് അവർ തമ്മിൽ നയിച്ചിരുന്നത്. രണ്ടുപേർക്കും മറ്റുള്ളവരെ അറിയാം എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രീത വർമ്മയ്ക്ക് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കേണ്ടതായി വരുമ്പോൾ വിമൽ കുമാർ അതിന് പ്രോത്സാഹനം നൽകുകയും കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അവരെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ വിമൽ കുമാറിൻ്റെ താല്പര്യം മനസ്സിലാക്കിയ പ്രീത വർമ്മ വിമൽ കുമാർ പല ഗ്രാമപ്രദേശങ്ങളിലും സന്ദർശനം നടത്തുമ്പോൾ വിമൽ കുമാറിനോടൊപ്പം അനുഗമിക്കുമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെ രസകരമായ ഒരു കുടുംബജീവിതം നടത്തിക്കൊണ്ട് പോന്നിരുന്നു. ഇതിനിടയ്ക്കാണ് വിമൽ കുമാറിന് പ്രകൃതിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനുള്ളതായിട്ടുള്ള ഒരു താല്പര്യം തോന്നിത്തുടങ്ങിയത്. മുൻകാലങ്ങളിലുള്ള ആ ഒരു പ്രകൃതി അല്ല ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിമൽ കുമാറിന് മനസ്സിലായി. ഈ മാറ്റത്തിന് കാരണമെന്താണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഉത്തരം കണ്ടെത്തുന്നതിനായി പല മാർഗങ്ങളും വിമൽ കുമാർ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത്? ഈ വ്യതിയാനങ്ങൾ ഒഴിവാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള ആലോചനയിൽ വിമൽ കുമാർ പലപ്പോഴും മുഴുകിയിരുന്നു. ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അതിൽ ഭൗതികവാദികളും അതേപോലെ തന്നെ പ്രകൃതി സ്നേഹികളും എല്ലാം ഉണ്ടാവും. ഭൗതികവാദികൾക്ക് ഭൗതിക സുഖത്തോടാണ് ഭ്രമം എങ്കിൽ പ്രകൃതി സ്നേഹികൾക്ക് ഈ പ്രകൃതി പഴയ നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് അവർ താല്പര്യം കാണിച്ചിരുന്നത്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഒരു വ്യത്യാസം ഭൗതികവാദികളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുകയും അത് കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ളതായിട്ടുള്ള പല കാരണങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും പഴയ അവസ്ഥയിലേക്ക് പ്രകൃതി എത്തിച്ചേരുമോ എന്ന് വിമൽ കുമാർ ചിന്തിക്കാതിരുന്നില്ല. തുടരും.